ഹായ് ഹലോ നമസ്കാരം. അപ്പം എൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ തന്നെയാണ് കേട്ടോ. അപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ അത് രാവിലെ ചായക്ക് സേമിയ ഉപ്പുമാവാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സേമിയൊക്കെ ഒന്ന് കവറിൽ നിന്ന് പൊട്ടിച്ച് ഒരു പ്ലേറ്റിലേക്ക് ആക്കി വെച്ചിട്ടുണ്ടാണ് കേട്ടോ. അപ്പോൾ അനുമോൾ ഇതാ എണീറ്റ് വന്നിട്ടുണ്ട്. അവർക്ക് പൊന്നിനും അനുവിനും ഇന്ന് സ്കൂളുണ്ട് കേട്ടോ. സ്കൂളിലുള്ള ദിവസത്തെ ഒരു വീഡിയോ തന്നെയാണ്. അപ്പം 2 സേമിയം പാക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ അങ്ങനെ പാത്രത്തേക്ക് ആക്കി വെച്ചിട്ട് നേരെ ഞാൻ ആദ്യം ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അടുപ്പത്ത്. അപ്പം തീയൊന്ന് കത്തിച്ചെടുക്കുകയാണ്. അങ്ങനെ തീയൊക്കെ കത്തിച്ചെടുക്കൽ കഴിഞ്ഞിട്ട് പിന്നെ സേമിയ ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സവാളയാണ് കേട്ടോ അതിലേക്ക് ചേർത്ത് കൊടുക്കണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സവാള ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ ഒരു പച്ചമുളകും പിന്നെ കുറച്ച് ഇഞ്ചി ചതച്ചതും കൂടെയാണ് കേട്ടോ ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പച്ചമുളക് അരിഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ ഇഞ്ചി ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം അത് ചതച്ചെടുക്കാനുള്ള കല്ല് ഒന്ന് കഴുകുകയാണ് കേട്ടോ. പിന്നെ സേമിയ ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്ന് കേട്ടോ. അപ്പോൾ അതിനുള്ള ചട്ടി ഒന്ന് കഴുകിയെടുക്കണം കേട്ടോ. അപ്പോൾ പൊന്നും പുറത്തുനിന്ന് മത്തൻ്റെ വിത്ത് ഇങ്ങനെ വീണ് നമ്മളിങ്ങനെ വലിച്ചെറിയില്ലേ അടുക്കളയിൽ ഇങ്ങനെ നമ്മൾ നുറുക്കി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള വേസ്റ്റ് വലിച്ചെറിയില്ലേ. അപ്പോൾ അതിൽ മത്തൻ്റെ വിത്ത് അങ്ങനെ മുളച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് അവൻ കൊടുന്നതാണ് കേട്ടോ. ഇതെന്താന്ന് പറഞ്ഞിട്ട് അത് കൊടുന്നതാണ്, ഇതെന്ത് ചെടിയാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് മത്തനാണ് പറഞ്ഞു. അപ്പോൾ അത് അവൻ ചെടിച്ചട്ടിയിൽ പോയിട്ട് കുഴിച്ചിടാൻ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ കുഴിച്ചിട്ടാൽ മതി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവന് അതുകൊണ്ട് അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ പിന്നെ നേരെ സേമിയൊക്കെ ആദ്യം ഒന്ന് വറുത്തെടുത്ത് കഴിഞ്ഞു. പിന്നെ എണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. എണ്ണ പൊട്ടിച്ച് കവറിലാണ് കേട്ടോ, അത് കുപ്പിക്ക് ഒഴിച്ചു കൊടുത്തിട്ടില്ല. പിന്നെ അങ്ങനെ എണ്ണ ഒഴിച്ചിട്ട് സവാളയും പച്ചമുളകൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ ഡെയിലി വീഡിയോ എന്തായാലും എനിക്ക് ഇടാൻ വേണ്ടിയിട്ട് അറിയില്ല കേട്ടോ, പറ്റണില്ല. ചിലപ്പം വീഡിയോ ഒക്കെ എടുത്ത് പകുതിയാക്കി വെക്കുകയാണ് കേട്ടോ. അതാണ് ഉണ്ടാവണത്. പിന്നെ വീഡിയോ ഇടാൻ ഭയങ്കര ഒരു മടി ഒക്കെ എന്താണെന്നറിയില്ല, ഭയങ്കര ഒരു മടി വരികയാണ് കേട്ടോ. അതാണിപ്പോൾ ഡെയിലി വീഡിയോ ഒന്നും ഇല്ലാത്തത് അതാണ്. പിന്നെ ഇപ്പോൾ ഞാനിപ്പം ഈ എഡിറ്റ് ചെയ്യുന്ന സമയം ഞാൻ എൻ്റെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ അടുത്തൊരു കല്യാണം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീട്ടിലേക്ക് വന്നതാണ് കേട്ടോ. അപ്പം അങ്ങനെ ആ കല്യാണത്തിൻ്റെ വീഡിയോ കുറച്ചൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അതും അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഡെയിലി വീഡിയോ എടുക്കാറുണ്ട് കേട്ടോ. പക്ഷേ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് പിന്നെ കുറച്ച് പകുതി എടുത്തിട്ട് പിന്നെ പകുതി വീഡിയോ എടുക്കാതെ ആവണം കേട്ടോ. അങ്ങനെ ഒരു മടി വന്ന് പെട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനി അതൊന്ന് മാറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ അതാ സേമിയ സവാളയൊക്കെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വീട്ടിലുണ്ടാക്കുന്ന വീട്ടിൽ പൊടിച്ച് വെച്ച മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ നല്ല കളറുണ്ട്. അങ്ങനെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് പിന്നെ ഇത് സേമിയനും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ അതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സേമിയ ഉപ്പുമാവ് അങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനിയും അതിലേക്ക് കുറച്ച് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ തേങ്ങയും കൂടി ചേർത്ത് കൊടുത്തിട്ട് അങ്ങനെ സേമിയ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സവാളയൊക്കെ അരിഞ്ഞെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ കുറച്ച് തേങ്ങയും കൂടി ചിരവി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല എന്നേ ഉള്ളൂ. അപ്പോൾ തേങ്ങ അപ്പം തന്നെ ചിരവി എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ തേങ്ങയും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
അപ്പം തേങ്ങയൊക്കെ ഇട്ടെടുത്തിട്ട് അങ്ങനെ സേമിയ റെഡി ആയിട്ടുണ്ട്. പിന്നെ ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് അരി ഇടാൻ വേണ്ടിയിട്ട് വെള്ളമൊക്കെ നല്ല തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ പൊന്നിനും മഞ്ഞിനും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് തിളച്ച വെള്ളം അതിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് പിന്നെ അങ്ങനെ അതിൽ അരി ഇട്ട് കൊടുത്തു കേട്ടോ. അങ്ങനെ അതും കഴിഞ്ഞിട്ട് പിന്നെ പൊന്നൂന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചീര ഉപ്പേരി ഉണ്ടാക്കാമെന്ന് എഴുതിയിട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചീരയൊക്കെ തലേ ദിവസം അരിഞ്ഞു വെച്ചിട്ടില്ല. പിന്നെ കഴുകി അതിൻ്റെ കേടും കാര്യങ്ങളൊക്കെ കളഞ്ഞിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ എടുത്തു കൊണ്ടിട്ട് അതും കൂടി അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പൊന്നു ചീര ഉപ്പേരി ഞാൻ കൊണ്ടുപോകില്ല എന്നൊക്കെ ഉണ്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ എന്തായാലും അതും അത് ഞാൻ ഉപ്പേരിയാക്കി കൊടുത്ത് വിട്ടിട്ടോ. എന്താ വെച്ചാൽ ചീര ഉപ്പേരിയൊക്കെ കൊണ്ടുപോകണത് നല്ലതല്ലേ, ചീരയൊക്കെ നല്ലതല്ലേ നമുക്ക് കഴിക്കുന്നത്, ആരോഗ്യത്തിനൊക്കെ നല്ലതല്ലേ. പിന്നെ ഇതിക്ക് കുറച്ച് കോഴിമുട്ട പൊരിച്ചതും കൂടി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി ഉണ്ടാക്കിക്കൊണ്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു കേട്ടോ. ആദ്യം കൊണ്ടുപോവില്ല എന്നൊക്കെ പറഞ്ഞു, പിന്നെ കൊണ്ടുപോയിക്കോളാമെന്നും പറഞ്ഞു. അങ്ങനെ ചീര ഉപ്പേരി വയ്ക്കാൻ വേണ്ടിയിട്ട് ഇതാ അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചധികം ചീര ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് തലേ ദിവസം ഞാൻ ഉപ്പേരിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ കുറച്ച് അതൊന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ ഇത് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നില്ല, അങ്ങനെ അപ്പം കഴുകി എടുത്ത് വെച്ചതാണ് കേട്ടോ. അപ്പം അങ്ങനെ എന്തായാലും അത് അരിഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ അപ്പോൾ ഞാൻ വീട്ടിലേക്ക് വരുന്ന ദിവസമായിരുന്നു കേട്ടോ. അന്ന് വീട്ടിലേക്ക് വരുന്ന ദിവസമായിരുന്നു, കല്യാണം ഉണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പം അന്നത്തെ ദിവസത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. പിന്നെ ഇവിടെ ഞങ്ങളുടെ ഫാമിലിയിലൊരു കല്യാണം, ചെറിയൊരു കല്യാണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വീട്ടിൽ നിന്ന് അമ്മയും ഏട്ടനും അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഉച്ചയ്ക്ക് കറി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെ നിന്നില്ല. കറി എന്തായാലും ഞാൻ മാത്രമേ ഉള്ളൂ ഉച്ചയ്ക്ക് കഴിക്കാനൊക്കെ. അപ്പോൾ എന്തായാലും ചോറും ഉപ്പേരിയും രാവിലെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കറി വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഫ്രിഡ്ജിൽ കുറച്ച് തലേ ദിവസം ഉണ്ടാക്കി വെച്ചിട്ട് ഉള്ള ഉള്ളിക്കറി ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂട്ടിയിട്ടാണ് കേട്ടോ ഉച്ചയ്ക്ക് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ അതാ ചീര കരിഞ്ഞെടുക്കലൊക്കെ കഴിഞ്ഞിട്ട് അത് അടുപ്പത്തേക്ക് വെച്ചെടുത്തിട്ടുണ്ട്, വേവിക്കാൻ വേണ്ടി വെച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് പോകേണ്ട സമയമൊക്കെ ആവാറായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർക്ക് ചായയൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു അവരെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏട്ടനാണ് അതിന് ചായ കൊടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ പൊന്നു അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പേരി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഇത്ത വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വേഗം അത് ഓഫാക്കാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ. അങ്ങനെ ഉപ്പേരി ഇതായിട്ടുണ്ട്. അങ്ങനെ പിന്നെ പൊന്നൂന് കൊണ്ടുപോകാനുള്ള ചോറാക്കിയിട്ടുണ്ടായിരുന്നു, കോഴിമുട്ട പൊരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതായിരുന്നു ഉണ്ടായിരുന്നേ. പിന്നെ ഇതാ അവർ സ്കൂളിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പൊന്നു അവളുടെ എല്ലാ സാധനങ്ങളും ആക്കിയോന്നാണ് കേട്ടോ ചോദിക്കുന്നത്, ബാഗിലെല്ലാതും ആക്കിയോന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ അവർ പോയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ ഉച്ചയ്ക്ക് എടുത്തിട്ടുള്ളതാണ് കേട്ടോ ഈ വീഡിയോ. അപ്പോൾ ഉച്ചയ്ക്ക് ഇതാ ഞാൻ ചോറൊക്കെ ഉണ്ണാൻ വേണ്ടി ചെന്നതാണ്. ആരുമില്ല, ഏട്ടനും അമ്മയൊക്കെ കല്യാണത്തിന് പോയില്ലേ. അപ്പോൾ ഞാൻ ചോറ് കഴിക്കുന്നതാണ്. അപ്പം ഞാനിത് വീട്ടിൽ ഉണ്ടാക്കിയിട്ടുള്ള മോരാണ് കേട്ടോ. സൊസൈറ്റിയിൽ നിന്ന് അങ്ങനെ പാല് കൊണ്ടുവരുമ്പോൾ അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ. പാലൊക്കെ ബാക്കി വരുമ്പോൾ അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള മോരാണ്. പിന്നെ ഇതാ തലേ ദിവസം ഉണ്ടാക്കി വെച്ച ഉള്ളിക്കറി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ കറിയപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം അങ്ങനെ ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് എൻ്റെ വീട്ടിലൊരു കല്യാണം ഉണ്ട് പറഞ്ഞില്ല. അപ്പോൾ അതിന് എടുത്ത ഡ്രസ്സ് കുറച്ച് തയ്ക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിന്നു ഞാൻ. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേനും അമ്മയും ഏട്ടനൊക്കെ വന്നു. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഫുഡൊക്കെ കൊടുന്നായിരുന്നു കേട്ടോ. അപ്പോൾ കുട്ടികളെ സ്കൂളിൽ നിന്നും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഫുഡും കഴിച്ചിട്ടോ, കുട്ടികളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനങ്ങനെ തയ്ക്കാതിരുന്നതായിരുന്നു കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ എടുത്തെടുത്തു. പിന്നെ ഏട്ടന് കട്ടൻ ചായ വേണമെന്ന് പറഞ്ഞിട്ട് കട്ടൻ ചായ ഉണ്ടാക്കണതാണ് കേട്ടോ. അത് ഏട്ടൻ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. പിന്നെ ഈ സമയമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ വീട്ടിലേക്ക് പോണത്.
അപ്പോൾ കുറച്ച് എനിക്ക് എന്താ ഫാൻസി ഐറ്റംസ് വാങ്ങണ്ടായിരുന്നു, എനിക്ക് അനിമോൾക്കും വാങ്ങണ്ടായിരുന്നു കേട്ടോ. പിന്നെ പൊന്നൂൻ്റെ അവന് കാത് കുത്തണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഒരു കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ കുറേ നേരം നിൽക്കേണ്ടി വന്നു. അപ്പോൾ ആ കടയിൽ നിന്ന് അവരുടെ തന്നെ വേറൊരു കടയുണ്ട്, അപ്പോൾ അതിൽ പോയി കുത്താൻ വേണ്ടിയിട്ട് പറഞ്ഞു കേട്ടോ. ഇവിടെ നിൽക്കണമെങ്കിൽ കുറേ വഴുകും, അപ്പോൾ അവിടെ പോയി കുത്താൻ വേണ്ടിയിട്ട് പറഞ്ഞു. അപ്പോൾ അവർ കുത്തുന്ന സാധനമൊക്കെ ഞങ്ങളെ കയ്യിൽ തന്നയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വേറെ അവരുടെ തന്നെ വേറൊരു കടയിലേക്ക് പോയിട്ട് അവൻ്റെ കാതും കുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവന് കാത് കുത്തണം പറഞ്ഞിട്ട് ഒരേ ഒരു വാശിയായിരുന്നു കേട്ടോ. പിന്നെ അടുത്ത് കടയ്ക്ക് ചെന്നിരുന്നപ്പോൾ നല്ല പേടിയുണ്ടായിരുന്നു. അങ്ങനെ അതും കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഫാൻസിയൊക്കെ വാങ്ങിയിട്ടാണ് കേട്ടോ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പം ഇനി എന്നും വീഡിയോ ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് നോക്കണം. അപ്പോൾ സപ്പോർട്ട് ചെയ്യണ എല്ലാവർക്കും ഒരുപാട് നന്ദി. പിന്നെ എൻ്റെ ചാനൽ പുതിയതായി കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇനി മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. താങ്ക്